ഷോട്ട് വിസ്കി ഒഴിച്ച് അതിൽ 7 അപ്പ് കലർത്തി കുടിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, സ്വന്തം പേര് പോലും എഴുതാൻ അറിയുന്ന ഒരു ചിമ്പാൻസി. കോങ്കോയിലെ വനാന്തരങ്ങളിൽ നിന്ന് മനുഷ്യനോടൊപ്പം കലർന്ന് ജീവിച്ച അവൻ ചിമ്പാൻസി തന്നെയാണോ എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. വീട്ടിലെ പണികൾ എടുക്കുന്ന, രാത്രി TV കണ്ടുറങ്ങുന്ന ഒലിവറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനു മുൻപ് നിങ്ങൾക്ക് ചിമ്പാൻസികളെ ഇഷ്ടമാണോ? ആണെങ്കിലും അല്ലെങ്കിലും കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ നഷ്ടപ്പെട്ട കണ്ണി എന്ന് ലോകമൊരിക്കൽ വിശ്വസിച്ചിരുന്ന ഒലിവർ എന്ന ചിമ്പാൻസിയുടെ അപൂർവ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതോടെ വൈറലാവുകയാണ്. മനുഷ്യനെ പോലെ ജീവിച്ച മനുഷ്യന്മാർക്കിടയിലെ ചിമ്പാൻസി ആയിരുന്ന ഒലിവർ മനുഷ്യനോടൊപ്പം കഴിഞ്ഞ അവൻ താനൊരു ചിമ്പാൻസി ആണെന്ന കാര്യം മറന്നുപോയിരിക്കുന്നു. മനുഷ്യനെ പോലെയാണ് നടത്തം, മനുഷ്യനെ പോലെയാണ് കിടത്തം. ഒറ്റ നോട്ടത്തിൽ ഹോമോ സാപ്പിയൻസ് തന്നെ. മനുഷ്യരുടേതുപോലെയുള്ള പെരുമാറ്റവും സവിശേഷതകളും കാരണം ഹ്യൂമൻസി എന്നായിരുന്നു ഒലിവറിന്റെ വിളിപ്പേര്. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഒലിവർ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ താരമാകുന്നത്. ഒലിവറിന്റെ പഴയ 2 ചിത്രങ്ങൾ പങ്കുവെക്കപ്പെട്ടതിന് പിന്നാലെയാണ് പഴയ ഒലിവർ പിന്നെയും ചർച്ചയാവുന്നത്. മനുഷ്യനും ഒലിവറും തമ്മിലുള്ള സാദൃശ്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ. റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ വനത്തിൽ നിന്നാണ് കുഞ്ഞായിരിക്കുമ്പോൾ ഒലിവറിനെ മൃഗക്കടത്തുകാർ തട്ടിയെടുക്കുന്നത്. അമ്മയുടെ ചൂട് വിട്ടുമാറാത്ത കുഞ്ഞായിരുന്നു അന്നവൻ. 1970-ൽ മൃഗപരിശീലകനായ ഫ്രാങ്ക് ജാനറ്റ് ബെർഗർ എന്നിവർ അവനെ സ്വന്തമാക്കി. അവന്റെ രൂപഭംഗിയാണ് ഇരുവരെയും ആകർഷിച്ചത്. ഇവൻ എന്തായാലും ജനങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പിന്നാലെ ഒലിവർ മറ്റു മൃഗങ്ങളോടൊപ്പം തന്നെ കാഴ്ചക്കാരെ ചിരിപ്പിക്കുന്ന ജീവനുള്ള ഒരു വസ്തുവായി സർക്കസ് കൂടാരത്തിലേക്ക് മാറ്റപ്പെട്ടു. മുലപ്പാലിന്റെ ഗന്ധം മാറാത്ത അവനന്ന് പ്രായം 4 മാസം മാത്രമായിരുന്നു എന്ന് ഓർക്കണം. കുഞ്ഞായതുകൊണ്ട് തന്നെ അവനെ ചട്ടം പഠിപ്പിക്കാനെത്തിയ മാസ്റ്ററിന്റെ അരുമയായി മാറാൻ അവന് വലിയ കാലതാമസം വേണ്ടി വന്നില്ല. വളരെ വേഗം തന്നെ ഒലിവർ മനുഷ്യന്റെ രീതിശാസ്ത്രം പഠിച്ചെടുത്തു. ഒരു ചിമ്പാൻസി എന്നതിൽ നിന്നും വ്യത്യസ്തമായ അവൻ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളും ചെയ്തു തുടങ്ങി. അന്ന് അവൻ ലോകത്തിന് വലിയ കൗതുകമായിരുന്നു. വെറീഡ് എൻജെ എന്ന മാസികയോട് സംസാരിക്കവേ ജാനറ്റ് ബെർഗർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് അവനെ ജോലിക്കായി അയക്കാം. അവൻ ചെറിയ ഉന്തുവണ്ടി ഉപയോഗിച്ച് വൈക്കോലുകൾ എടുത്തു മാറ്റും. നായകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയമാകുമ്പോൾ അവൻ നായകളുടെ പാത്രങ്ങൾ എടുത്ത് അതിൽ അവയ്ക്കായി ഭക്ഷണം നിറയ്ക്കും. രാത്രികളിൽ ഇരുന്ന് TV കണ്ട് മയങ്ങുന്നത് അവൻ ഏറെ ആസ്വദിച്ചു. സ്വന്തമായി ഒരു ഷോട്ട് വിസ്കി ഒഴിച്ച് അതിൽ 7 അപ്പ് കലർത്തി കുടിക്കും. ഉറങ്ങും മുൻപ് അല്പം ബിയർ കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നത് അവന്റെ ശീലമാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന കൃത്യതയോടെ ഒലിവർ തന്റെ ജോലികൾ കൃത്യമായി ചെയ്തു. എന്തിന്, ഒലിവർ എന്ന സ്വന്തം പേര് പോലും അവൻ എഴുതിയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ വാക്കുകൾ. സ്വന്തം പേരെഴുതാൻ അറിയുന്ന, മദ്യപിച്ചിരുന്ന, ജോലി ചെയ്തിരുന്ന ചിമ്പാൻസി. എന്തൊരു അത്ഭുതം അല്ലേ? നമ്മുടെ പൂർവികൻ ഈ ഗണത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ അവനെ മറ്റ് ചിമ്പാൻസികളിൽ നിന്ന് ചില ശാരീരിക പ്രത്യേകതകൾ കൂടി വ്യത്യസ്തമാക്കിയിരുന്നു. ചെറിയ തല, എന്നാൽ സാധാരണ ചിമ്പാൻസികളിൽ നിന്നും അല്പം വലിയ മുഖവും മൂക്കും. മനുഷ്യരുടേതിന് സമാനമായി ഇരുകാലുകളിൽ നിവർന്നു നടക്കാനുള്ള അവന്റെ കഴിവ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ മനുഷ്യൻ തന്നെ. പിന്നെ എങ്ങനെയാണല്ലേ അവനെ ഹ്യൂമാൻസി എന്ന് വിളിക്കാതിരിക്കുക? ഈ പ്രത്യേകതകളെല്ലാം കൊണ്ട് തന്നെ ഒലിവർ പിന്നീട് അറിയപ്പെട്ടത് ഹ്യൂമാൻസി എന്ന് തന്നെയായിരുന്നു. ചിമ്പാൻസിയും മനുഷ്യനും ചേർന്ന ഹ്യൂമൻസി. ഒലിവറിന്റെ കഥ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടുകൂടി അവനൊരു സ്റ്റാറായി മാറി. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലമാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പോലും അവൻ ശ്രദ്ധ നേടി തുടങ്ങി. അതോടെ ഒലിവറിനെ കാണാൻ ആളുകൾ എത്തി. അവനോടൊപ്പം ഫോട്ടോ എടുത്തു. വിവിധ രാജ്യങ്ങളിലെ ടെലിവിഷൻ ഷോകളിൽ ഒലിവർ അതിഥിയായി. വാർത്താ പ്രാധാന്യം നേടിയ ഒലിവറിനെ വാങ്ങാൻ നിരവധി ആളുകൾ എത്തി. 1989-ൽ ബക്ഷെയർ കോർപ്പറേഷൻ ഓഫ് പെൻസിൽവാനിയ വലിയ വില നൽകി ഒലിവറിനെ സ്വന്തമാക്കി. പക്ഷേ പുതിയ വാസസ്ഥലം ഒലിവറിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചു. ഇതിന് പിന്നാലെ ഒലിവറിനെ മൃഗശാലയിലെ മറ്റ് ചിമ്പാൻസികൾക്കൊപ്പമാക്കി. അങ്ങനെ മനുഷ്യരോടൊപ്പം മനുഷ്യനെ പോലെ ജീവിച്ച ഒലിവർ തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങൾ സ്വന്തം വർഗത്തിനൊപ്പം തന്നെ കഴിഞ്ഞു. ഒടുവിൽ മനുഷ്യനെയും ചിമ്പാൻസിയെയും ചേർത്ത് ഹ്യൂമാൻസി എന്ന് വിളിക്കപ്പെട്ട ഒലിവർ 2012 ജൂൺ മാസം എന്നേക്കുമായി ഈ ലോകത്തിനോട് വിട പറഞ്ഞു. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ഒലിവർ എന്ന ഹ്യൂമാൻസി വീണ്ടും ചർച്ചയാവുകയാണ്. അപ്പോൾ ഒലിവറിന്റെ കഥ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.